ശിവഭക്തി ഒരാളിൽ എപ്പോഴാണ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ആഴമുണ്ട്. കാരണം ശിവഭക്തി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം ഉണരുന്ന ഒന്നാണ്. നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ദൈവത്തെ ഭയത്തോടെയാണ് കാണുന്നത്. ഇത് ചെയ്യരുത്, ദൈവം കോപിക്കും എന്ന രീതിയിൽ. അപ്പോൾ ദൈവം നമ്മൾക്കൊരു ശിക്ഷിക്കുന്ന ശക്തിയാണ്. പക്ഷേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവങ്ങൾ കാണാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നടക്കില്ല. ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചവർ പോലും നമ്മളെ വിട്ടുപോകും. ചിലപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും വിജയിക്കില്ല. അപ്പോഴാണ് ആദ്യമായി മനസ്സിലൊരു ചോദ്യം വരുന്നത്: എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ചോദ്യം തന്നെ ശിവനിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. കാരണം ശിവൻ എന്നത് ഒരു വിഗ്രഹം മാത്രമല്ല, അതൊരു സത്യമാണ്, ഒരവസ്ഥയാണ്, ഒരു ശൂന്യതയാണ്, നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തോ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ തോന്നും. ആളുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും എനിക്കെന്തോ കുറവുണ്ട് എന്നൊരു തോന്നൽ വരും. അതെന്താണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ അതുതന്നെയാണ് ഭഗവാന്റെ വിളി. ചിലർക്ക് ശിവഭക്തി വരുന്നത് വലിയ ദുഃഖങ്ങൾ കഴിഞ്ഞ ഒരു സന്ദർഭത്തിലായിരിക്കാം. ഒരു നഷ്ടം, ഒരു വേർപാട്, ഒരു തകർച്ച. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ലോകത്തൊന്നും സ്ഥിരമല്ല. ആ റിയലൈസേഷൻ, ആ സത്യം, അത് ഭഗവാന്റെ ആദ്യത്തെ പാഠമാണ്. ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാം വിട്ടേക്കാൻ പഠിപ്പിക്കും. നമ്മൾ പിടിച്ചു നിൽക്കുന്ന എല്ലാം, ബന്ധങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇവയെല്ലാം നമ്മളെ കെട്ടിയിടുകയാണ്. ജീവിതം ഒരിക്കൽ നമ്മളെ തള്ളിയിടുമ്പോൾ, നമ്മൾ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ, അപ്പോഴാണ് നമ്മൾ ആദ്യമായി കൈകൾ തുറക്കുന്നത്. ആ തുറന്ന കൈകളിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവും. ശിവഭക്തി എന്നത് ഒരു ജപം മാത്രമല്ല, പൂജ മാത്രമല്ല, അത് ഉള്ളിലെ മാറ്റമാണ്. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. മുൻപ് നിങ്ങൾക്ക് കോപം വരുമായിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയുന്നു. മുൻപ് നിങ്ങൾക്ക് ആളുകളോട് വെറുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് കരുണയാണുള്ളത്. ഇതാണ് ശിവഭക്തി. ശിവൻ എന്നത് ഒരു ഡിസ്ട്രക്ഷൻ അല്ല, അതൊരു ട്രാൻസ്ഫർമേഷനാണ്. അവൻ നശിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ വ്യാജമായ ഞാൻ എന്ന ഭാവം. ഞാൻ തന്നെയാണ് വലിയവൻ, എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരും വേണ്ട, ഇവയെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ അവിടെയാണ് ശിവൻ ജനിക്കുന്നത്. ചിലർ ചോദിക്കും, ഞാൻ ദിവസവും ശിവനെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്ക് ശാന്തിയില്ല. കാരണം ശിവഭക്തി പുറത്തുള്ള ആചാരങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതല്ല, അത് ഉള്ളിൽ സംഭവിക്കണം. നിങ്ങൾ സത്യമായി ഒരു ദിവസം ഇരുന്ന് ഒന്നും പറയാതെ ശാന്തമായി നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ അവിടെ ഒരു ശബ്ദമില്ലാത്ത സ്ഥലം കാണാം. ആ ശൂന്യത, ആ നിശബ്ദത, അതാണ് ശിവൻ. ശിവൻ ശബ്ദത്തിലല്ല, അവൻ നിശബ്ദതയിലാണ്. നമ്മൾ ജീവിതം മുഴുവനും ശബ്ദത്തിലാണ് ജീവിക്കുന്നത്. ഫോൺ, ആളുകൾ, ചിന്തകൾ, എപ്പോഴും എന്തെങ്കിലും നടക്കുന്നു. പക്ഷേ ഒരു ദിവസം നമ്മൾ എല്ലാം നിർത്തി ശാന്തമായി ഇരുന്നാൽ ആദ്യമായി നമ്മൾക്ക് നമ്മളെ കാണാൻ കഴിയും. അവിടെ ഭയമുണ്ടാകും, വേദനയുണ്ടാകും, കണ്ണുനീരുണ്ടാകും. പക്ഷെ അതെല്ലാം കടന്നു പോകുമ്പോൾ ഒരു വലിയ സമാധാനം നമ്മളിലുണ്ടാകും. ആ സമാധാനം, അത് ശിവഭക്തിയുടെ ഫലമാണ്. ശിവനെ സ്നേഹിക്കുന്നവർ ലോകത്തെ വെറുക്കുന്നില്ല, അവർ ലോകത്തെ മനസ്സിലാക്കുകയാണ്. കാരണം അവൻ അറിയുന്നു, എല്ലാം വരും പോകും, ആരും നമ്മുടേതല്ല, ഒന്നും സ്ഥിരമല്ല. പക്ഷെ അതിനുള്ളിൽ ഒരു സത്യമുണ്ട്. ആ സത്യം ശിവമാണ്. ശിവഭക്തി വരുന്നത് നമ്മൾ ജീവിതത്തെ സത്യമായി കാണാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ അഭിനയിക്കുന്നത് നിർത്തുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണുമ്പോൾ, അപ്പോൾ നമ്മൾക്കൊരു വലിയ റിലീസ് ഉണ്ടാകും. ആ റിലീസ്, ആ സറണ്ടർ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല, എല്ലാം നീയാണ് ശിവനെ. അങ്ങനെ ഹൃദയം പറയുമ്പോൾ അവിടെയാണ് ശിവഭക്തി പൂർണ്ണമാകുന്നത്. അതൊരു ഇമോഷനല്ല, അതൊരു ഫീലിംഗ് അല്ല, അതൊരു സ്റ്റേറ്റാണ്. ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ശിവനെ അന്വേഷിക്കുന്നില്ല, ശിവൻ തന്നെയാണ് നിങ്ങളിലൂടെ അനുഭവിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന പോലും വേണ്ട, കാരണം നിങ്ങൾ തന്നെ പ്രാർത്ഥനയായി മാറുകയാണ്. നിങ്ങളുടെ ശ്വാസം ശിവനാണ്, നിങ്ങളുടെ ഹൃദയം ശിവനാണ്, നിങ്ങളുടെ സ്നേഹം ശിവനാണ്. അവിടെ ഭക്തനും ഭഗവാനും വേർപാടില്ല. അതൊരൊറ്റ അനുഭവമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശിവഭക്തി വന്ന ഒരാൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നില്ല. അവർക്കും ദുഃഖം വരും, നഷ്ടങ്ങൾ വരും, പരീക്ഷണങ്ങൾ വരും. പക്ഷേ മാറ്റം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് അറിയാമോ? അവൻ അത് കാണുന്ന രീതിയിൽ. മുൻപ് ഒരു ചെറിയ പ്രശ്നം വന്നാലും നമ്മൾ തകർന്നു പോകും, ഭയപ്പെടും, എന്തിന് എനിക്ക് മാത്രമെന്ന് ചോദിക്കും. പക്ഷേ ശിവഭക്തി ഉള്ള ഒരാൾ അതേ സാഹചര്യത്തിൽ പോലും ഒരു ശാന്തതയോടെ ഇരിക്കും. അവർ അറിയുന്നു, ഇതും കടന്നു പോകും. ഈ ഒരു വാക്ക് മാത്രമല്ല, അത് ഒരു അനുഭവമായിട്ട് മനസ്സിലാകും.
ജീവിതത്തിൽ പല തവണ തകർന്ന ശേഷം വീണ്ടും എഴുന്നേറ്റ ശേഷം നമ്മൾക്ക് മനസ്സിലാകും ഒന്നും സ്ഥിരമല്ല. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നിർത്തും. അതാണല്ലോ ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത്, വിട്ടേക്കുക. ഒരു മരത്തിൻ്റെ ഇലകൾ വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും അല്ലേ? അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കില്ല, വീഴേണ്ട സമയത്ത് അത് വീഴും. അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില ആളുകൾ വിടേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് പിടിച്ചു നിൽക്കുകയാണ്, വേദനയോടെ അത് നോക്കിക്കാണുകയാണ് അല്ലേ? അവിടെ ശിവഭക്തി നമ്മളെ മാറ്റുന്നു. വിട്ടേക്കാമെന്ന് നമ്മൾ പഠിക്കുന്നു. അതിലൊരു സ്വാതന്ത്ര്യമുണ്ട്. ചിലർ ചോദിക്കും, ശിവനെ സ്നേഹിച്ചാൽ നമ്മൾ ലോകം വിട്ടു പോകണോ? അല്ല, ശിവഭക്തിയെ ലോകം വിട്ടു പോകാൻ പഠിപ്പിക്കുന്നില്ല. ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ബന്ധനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം ജീവിക്കും, സ്നേഹിക്കും, ജോലി ചെയ്യും. പക്ഷേ ഉള്ളിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയും. അത് കോൾഡ്നെസ് അല്ല, അതൊരു ക്ലാരിറ്റിയാണ്. നമ്മൾ സ്നേഹിക്കും, പക്ഷേ പിടിച്ചു നിൽക്കില്ല. നമ്മൾ പ്രവർത്തിക്കും, പക്ഷേ ഫലത്തിൽ കുടുങ്ങില്ല. ഇത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഇത് തന്നെയാണ് ശിവൻ്റെ വഴി. ശിവൻ ഹിമാലയത്തിലിരിക്കുന്ന ഒരു യോഗി മാത്രമല്ല, അവൻ ശ്മശാനത്തിലുമുണ്ട്. അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിതവും മരണവും രണ്ടും ഒരേ സത്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ മരണത്തെ പേടിക്കുകയാണ് അല്ലേ? കാരണം നമ്മൾ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ശിവഭക്തി നമ്മളെ മാറ്റും. ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ചിന്തകളല്ല. അപ്പോൾ ഒരു വലിയ ഫ്രീഡം ഉണ്ടാകും. അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല, അത് അനുഭവിക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, ഞാൻ ശരിയായ രീതിയിൽ ചെയ്യുന്നതാണോ? എൻ്റെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുമോ? ഇതെല്ലാം മനസ്സിൻ്റെ ഒരു ഡൗട്ടാണ്. ശിവൻ ഒരു വ്യക്തിയെപ്പോലെ ഇരുന്ന് കേൾക്കുന്നില്ല. അവൻ തന്നെ നമ്മളായിട്ട് തന്നെ നമ്മളിലുണ്ട്. നിങ്ങൾ ശിവനെ വിളിക്കുമ്പോൾ അത് നിങ്ങളിലെ ഒരു ഭാഗം ഉണരുകയാണപ്പോൾ. അതിനാലാണ് ചിലപ്പോൾ കണ്ണടച്ച് ഓം നമഃശിവായ എന്ന് പറഞ്ഞാൽ അകത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. അതൊരു ഇമാജിനേഷനല്ല, അതൊരു കണക്ഷനാണ്. നമ്മളും ശിവനും വേർപെട്ടവരല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ശിവഭക്തി ഒരാളിൽ വളരുമ്പോൾ നമ്മൾക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണാൻ തുടങ്ങും. ഒരു കാറ്റിൻ്റെ തണുപ്പ്, ഒരു മരത്തിൻ്റെ നിഴൽ, ഒരു പക്ഷിയുടെ ശബ്ദം, ഇവയെല്ലാം നമ്മളെ സന്തോഷിപ്പിക്കും. കാരണം നമ്മൾ സിമ്പിളാകുകയാണ്. മുൻപ് നമ്മൾ വലിയ കാര്യങ്ങളിൽ മാത്രം സന്തോഷം തേടിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ നിമിഷം പോലും പൂർണ്ണമായ അനുഭവമാകും നമ്മൾക്ക്. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം. ശിവൻ നമ്മൾക്ക് എല്ലാം കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആരോടും ദേഷ്യം ഇല്ലാതാകും. പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് അവരോട് കരുണ തോന്നും. കാരണം നിങ്ങൾ മനസ്സിലാക്കും, അവർ എന്ത് ചെയ്യുന്നു അത് അവരുടെ അറിവിൻ്റെ പരിധിയിലാണ്. അവർക്ക് അത്രയ്ക്ക് അറിവേ ഉള്ളൂ. അവർക്കും എന്തെങ്കിലും വേദനകൾ കാണും. ഈ അണ്ടർസ്റ്റാൻഡിങ്, ഇത് ശിവഭക്തിയുടെ ഉയർന്ന അവസ്ഥയാണ്. ഇത് എളുപ്പത്തിൽ വരുന്നതല്ല, പക്ഷേ ഇത് വന്നാൽ ജീവിതം മാറും. പുറത്തൊന്നും മാറ്റമില്ലെങ്കിലും അകത്ത് എല്ലാം മാറും. നിങ്ങൾക്കിനി ഒന്നും തെളിയിക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്കിനി ആരുടെയും അംഗീകാരം വേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി. ആ കണ്ടൻമെൻറ്റ്, അത് ശിവൻ തന്നെയാണ്. നമ്മൾ എപ്പോഴാണ് ഉള്ളിൽ തയ്യാറാകുന്നത്, അപ്പോൾ ശിവഭക്തി വരും. അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം ശിവഭക്തി എപ്പോഴാണ് വരുന്നത് എന്നല്ല, ഞാൻ എപ്പോഴാണ് അതിന് തയ്യാറാകുന്നത് എന്നതാണ്. ആ ചോദ്യം ചോദിച്ച നിമിഷം മുതൽ നിങ്ങളുടെ യാത്ര തുടങ്ങി, ശിവൻ്റെ വഴി തുടങ്ങി, ശിവഭക്തിയുടെ ഉദയം തുടങ്ങി. പക്ഷേ ഈ യാത്രയിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. നമ്മൾ ശിവനെ തേടുമ്പോൾ പോലും അത് ചിലപ്പോൾ ഒരു ഇടപാടായിട്ട് മാറുന്നു. ശിവ, ഇത് കിട്ടിയാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. ഈ പ്രശ്നം മാറിയാൽ ഞാൻ നിൻ്റെ ഭക്തനായിരിക്കും ഇനി മുതൽ. ഇത് ഭക്തിയല്ല, ഇതൊരു ഡീലാണ്. പക്ഷേ ശിവഭക്തി എന്നത് ഒന്നും ചോദിക്കാത്ത അവസ്ഥയാണ്. കാരണം ഒരു ദിവസം നമ്മൾക്ക് മനസ്സിലാകും, നമ്മൾ ചോദിച്ചതൊക്കെ കിട്ടിയാലും നമ്മുടെ മനസ്സ് നിറയുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിർത്തും. അവിടെ നിന്ന് ആണ് റിയൽ ഭക്തി തുടങ്ങുന്നത്. എനിക്കൊന്നും വേണ്ട, നീ ഉണ്ടെങ്കിൽ അത് മതി ശിവ. ഈ ഫീലിംഗ്, ഇത് ഫേക്കായിട്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല. ജീവിതം നമ്മളെ പലതവണ പഠിപ്പിച്ച ശേഷം ഇത് സ്വാഭാവികമായിട്ട് ഒരാളിൽ വരുന്നതാണ്. ശിവഭക്തിയുടെ വഴിയിൽ ഒരുപാട് സമയങ്ങളിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത് ശരിയായ വഴിയാണോ? കാരണം ഈ വഴി ലോജിക്കലല്ല, ഇത് ഹൃദയത്തിൻ്റെ വഴിയാണ്. മനസ്സ് എപ്പോഴും ഡൗട്ട് ചെയ്യും, പക്ഷേ ഹൃദയം അറിയും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അട്രാക്ഷൻ ശിവനോടുണ്ടാകും. എന്തുകൊണ്ടെന്ന് അറിയില്ല, പക്ഷെ അവനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾക്ക് തോന്നും, അവൻ്റെ പേര് ജപിക്കാൻ തോന്നും. അത് റീസൺ കൊണ്ടല്ല, അതൊരു കണക്ഷൻ കൊണ്ടാണ്.
ശിവഭക്തി വളരുമ്പോൾ നമ്മൾ സിമ്പിളാകുന്നു. നമ്മൾക്ക് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയുള്ളവരാണോ അങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങും. ഇത് വളരെ വലിയ ഒരു ഫ്രീഡമാണ്. കാരണം നമ്മൾ ജീവിതം മുഴുവനും ഒരാളെപ്പോലെ കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നമ്മളായി ഇരിക്കുകയാണ്. ശിവൻ്റെ മുന്നിൽ മാസ്കിൻ്റെ ആവശ്യമില്ല. അവൻ നമ്മളെ ഫുള്ളായി അറിയുന്നുണ്ട്, നമ്മുടെ നല്ലതും നമ്മുടെ ദോഷങ്ങളും എല്ലാം. പക്ഷെ അവൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഭഗവാന്റെ മഹത്വം. ഈ റിയലൈസേഷൻ വന്നാൽ നമ്മൾക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു. ഈ അക്സെപ്റ്റൻസ് ഇത് വളരെ വലിയൊരു ഹീലിംഗ് ആണ്. നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് ശിവഭക്തി എന്നത് പിടിച്ചു നിൽക്കുന്നതല്ല, ഒഴുകാൻ പഠിക്കുന്നതാണ്. ജീവിതത്തോടൊപ്പം ഒഴുകാൻ. വേദന വന്നാലും സന്തോഷം വന്നാലും ഒന്നും പിടിച്ചു നിൽക്കാതെ, ഒന്നും തള്ളിവിടാതെ സിംപ്ലി അക്സെപ്റ്റ് ചെയ്യുക. ഇത് പാസീവ് ആകുന്നതല്ല, ഇതൊരു അവെയർ ആകുന്നതാണ്. ഈ അവെയർനെസ് ഇത് സ്ലോലി വളരും. നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ശിവഭക്തി ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. അത് നേച്ചുറലി അൺഫോൾഡ് ചെയ്യും. ഒരു പൂവ് വിരിയുന്ന പോലെ നമ്മൾ പുൾ ചെയ്താൽ അത് നശിക്കും. പക്ഷേ നാം പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ അത് സ്വാഭാവികമായി വിരിയും. അതേപോലെ തന്നെ നമ്മൾ നമ്മളെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഭക്തി വരണം എന്ന് നമ്മൾ ഹോണസ്റ്റായി ജീവിച്ചാൽ മാത്രം മതി. സത്യമായി, സ്നേഹത്തോടെ, കരുണയോടെ, അത് മതി. ശിവൻ റെസ്റ്റ് എല്ലാം നോക്കും. ഒരു ദിവസം നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ മാറി, പക്ഷേ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയായിരുന്നു. അതുതന്നെയാണ് ഭഗവാന്റെ കൃപ. സൈലൻ്റായി, സ്ലോ ആയി, ഡീപ്പായി നമ്മളെ മാറ്റുന്നത് അതാണ് ശിവഭക്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. കാരണം ഒരാളുടെ ജീവിതം മാറാൻ ഒരു ചെറിയ മെസ്സേജ് മതി. നമ്മൾക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരെയ്ക്കും ശിവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.